ഭൂമിശാസ്ത്രപരമായ കൗതുകങ്ങൾ കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന ലക്ഷദ്വീപിന് മതമൈത്രിയുടെ കഥകളും പങ്കുവയ്ക്കാനുണ്ട്. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം രൂപകൽപ്പന ചെയ്തത് ലക്ഷദ്വീപ് നിവാസിയായ പി ചെറിയക്കോയയാണ്. ഭൂമിശാസ്ത്രപരമായ കൗതുകങ്ങൾ മാത്രമല്ല, സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ കൊണ്ടും സമ്പന്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ്. ആ ദ്വീപുകളിൽ തുടരുന്ന മതമൈത്രിയുടെ ദിവ്യ പ്രതീകമാണ് കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം. ബഹുഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികൾ ജീവിക്കുന്ന ലക്ഷദ്വീപിൽ വിവിധ സർക്കാർ സ്വകാര്യ ജോലികൾക്കായി എത്തുന്ന ഹിന്ദുമത വിശ്വാസികൾക്കായി 1978 സ്ഥാപിച്ച ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയായ ഗണപതി വിഗ്രഹം നിർമ്മിച്ചത് ലക്ഷദ്വീപ് സ്വദേശിയും ഇസ്ലാം മതവിശ്വാസിയുമായ ചെറിയക്കോയയാണ്. ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിയായ പി ചെറിയക്കോയ മുൻ സൈനികനും ഏറെക്കാലം കലാധ്യാപകനുമായിരുന്നു. തനിക്ക് ലഭിച്ച അപൂർവ അവസരത്തെ ചരിത്ര ദൗത്യമായി ചെറിയക്കോയ ഇന്നും വിലമതിക്കുന്നു. ഞാൻ ചെറുപ്പകാലത്തെ കണ്ണൂരിൻ്റെ അടുത്തുള്ള മാടായി, പഴയങ്ങാടി, മാട്ടൂർ, പുതിയങ്ങാടി ആ ഭാഗത്താണ് ഞാൻ വളർന്നത്. പ്രത്യേകിച്ച് മാടായി, പുതിയങ്ങാടിയിലത്തെ ജനങ്ങൾ ഇന്നും എനിക്ക് എൻ്റെ ഒരു നാടായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെയാണ് ഞാൻ ചെറുപ്പകാലം, ഞാനും എൻ്റെ സഹോദരൻ മുത്തുകോയും ഞങ്ങളെല്ലാം കുടുംബമായിട്ട് വളർന്നത്. അപ്പോൾ അവർ കാണിച്ച ആ ഒരു സ്നേഹവും അതിനോടും എപ്പോഴും നന്ദിയും ആദരവും ഞാൻ അവരോട് പുലർത്താറുണ്ട്. പ്രത്യേകിച്ച് എലത്തൂർ CMC ഹൈസ്കൂളിൽ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഞങ്ങളോട് എന്നും വളരെയധികം സ്നേഹത്തോടും ആ ലാളനയോടും ഞങ്ങളോട് പെരുമാറുകയും ദേവകി ടീച്ചർ അവർ കാണിച്ച അന്നത്തെ ആ സ്നേഹത്തിനുള്ള ഒരു നന്ദി സൂചകമായിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള മൂർത്തികളിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സില്ലിഗുരിയിലെ സൈനിക ക്യാമ്പിൽ ശ്രീകൃഷ്ണ പ്രതിമയും ആന്ത്രോത്ത് ദ്വീപിലെ ഹനുമാന്റെ പ്രതിമയും ശിവലിംഗവും ചെറിയക്കോയ രൂപകൽപ്പന ചെയ്തതാണ്. മുംബൈയിലെ JJ ഫൈൻ ആർട്സ് കോളേജിൽ 1979 കലാപഠനം നടത്തിയ ചെറിയക്കോയ തൻ്റെ കോളേജ് പഠനത്തിന് മുൻപാണ് ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചെടുത്തു എന്നത് തന്നെയാണ് ഏറെ കൗതുകകരം. കരകൗശല മേഖലയിൽ നൈപുണ്യം പുലർത്തിയിരുന്ന ബാപ്പ സൈദ് നിന്നാണ് തനിക്കും സഹോദരങ്ങൾക്കും ഈ കഴിവുകൾ ലഭിച്ചതെന്ന് ചെറിയക്കോയ വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ ബാപ്പ ബേലിപ്പുര സൈദ്, അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ കൊത്തുപടിയിലും മറ്റ് ഇസ്ലാമിക് ആർട്ടിൽ വളരെയധികം പുതിയ ഡിസൈനുകളും മറ്റുള്ളതും ചെയ്യുമായിരുന്നു. ഒരു കാലത്തും മറ്റുള്ളവരിൽ നിന്ന് കോപ്പി ചെയ്യാറില്ല. ഞങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കലാപരമായിട്ടുള്ള ആ പ്രവൃത്തി ബാപ്പ ഞങ്ങളുടെ മുമ്പിൽ തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളത് നോക്കി കാണുകയും അതിൽ കൂടി പലതും പഠിക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ ചിത്രകലയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു വിഷയങ്ങളും പഠിക്കാനുള്ള ഒരു വാസന ഉണ്ടായത് തന്നെ. യാത്രാ മേഖലയിൽ ഏറെ പരിമിതികൾ നിറഞ്ഞിരുന്ന ലക്ഷദ്വീപിൽ ഇങ്ങനെയൊരു ശില്പത്തെ കേടുപാടുകളില്ലാതെ കടൽ കടന്ന് ദ്വീപിലെത്തിക്കുക എന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞിരുന്ന 1978 കാലഘട്ടത്തിലാണ് പൂർണ്ണ വലിപ്പത്തിലുള്ള ഒരു ഗണപതി ശില്പത്തെ ചെറിയക്കോയ തൻ്റെ നൈസർഗികമായ കലാവൈഭവം കൊണ്ട് നിർമ്മിച്ചെടുത്തതെന്ന് വിശ്വാസികൾ ഭക്തിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്പലം 78 മുതൽ തുടങ്ങിയതാണ്. ഇവിടെ ഇതിനെ മെയിൻ വിഗ്രഹം ഉണ്ടാക്കിയത് ഒരു ആന്ത്രോത്ത് ദ്വീപിലെ ചെറിയക്കോയ മാഷാണ്. ഞങ്ങളിങ്ങനെ കേരളത്തുകാരാണ് ഇതിന് മുന്നിൽ കമ്മിറ്റിയായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ സെക്രട്ടറിയാണ്. 10-30 വർഷമായിട്ട് കവരത്തിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാവരും, എല്ലാ ആൾക്കാരും ഇവിടെ ആര് വന്നാലും ദ്വീപിൽ ആരേത് ഗസ്റ്റ് വന്നാലും ദ്വീപുകാർ അവരൊക്കെ എല്ലാവരും ഇവിടെ കൊണ്ടുവരാറുണ്ട്. നാട്ടുകാർ നല്ല സഹകരണം ഉണ്ട്. നമ്മൾ ഇതേമാതിരി പായസമൊക്കെ അവർക്ക് കൊടുക്കും. അവർ അമ്പലത്തിൽ നമ്മൾ എന്ത് പണിയുണ്ടെങ്കിൽ അവരും കൂടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സഹായിക്കാറുണ്ട്. कवरत्ती में स्थापित महादेव मंदिर यहाँ भारतीय संस्कृति के अद्भुत गौरव का दर्शन कराता है। अगर हम देखते हैं कि यहाँ पर लगभग 98-99% मुस्लिम आबादी है और सारे लोग बड़े ही शांतिप्रिय ढंग से सारे धर्मों का सम्मान करते हुए हिंदू एकमात्र महादेव शिव टेम्पल को बनाने के लिए हिंदू मुस्लिम सब लोगों ने मिलकर एकजुट प्रयास किया। वैसे तो ये छोटे रूप में बहुत पहले से स्थापित है, लेकिन इस रूप में 1978 से मध्य प्रदेश की एक पैरामिलिट्री फोर्स के द्वारा कुछ जवानों के लिए यहाँ के लोगों ने स्थापित किया था। तो ये महादेव शिव मंदिर के निर्माण में यहाँ के एक वरिष्ठ नागरिक श्री पी कोया जी का महत्वपूर्ण स्थान है और उन्होंने उनके अंदर का एक भगवत तत्व का जागरण हुआ और उन्होंने इस मंदिर में स्थापित श्री गणेश जी की इस महान प्रतिमा का
खुद अपने हाथों से निर्माण किया। आज ये मंदिर यहाँ पर जिसकी प्राण प्रतिष्ठा हुई है, हम सब लोग इनका पूजन करते हैं। हमारे लिए पीपी कोया किसी देवदूत से कम नहीं है। यहाँ के लोग बहुत ही मृदुभाषी, साहसी और एक दूसरे का सम्मान करने वाले हैं, शांतिप्रिय लोग हैं और समाज में एक भाईचारा स्थापित करके सबकी भारतीय गौरव को बढ़ाने का काम कर रहे हैं। ആ കാലഘട്ടത്തിൽ ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്ന എതിർശബ്ദങ്ങളെ തെല്ലും മുഖവിലക്കെടുക്കാതെയാണ് പി ചെറിയകോയ തനിക്ക് ലഭിച്ച അവസരം മികവാർന്ന രീതിയിൽ പൂർത്തിയാക്കിയത്. വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ചെറിയകോയ നിർമ്മിച്ചെടുത്ത ഓരോ വിഗ്രഹങ്ങളും ചിത്രരചനകളും ലക്ഷദ്വീപിൻ്റെ സാമൂഹിക സാംസ്കാരിക ലോകത്തിന് എക്കാലവും അഭിമാനത്തോടെ സ്മരിക്കാവുന്ന മതസൗഹാർദ്ദ ശില്പങ്ങളായി എന്നും നിലനിൽക്കും. ദൂരദർശൻ ന്യൂസ്, കവരത്തി.